ഇതാണ് നമ്മുടെ അഫ്ഗാൻ ചിക്കൻ. തിക്ക് ഗ്രേവിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൽ നിന്ന് എടുത്ത് ഒന്ന് കഴിച്ച് നോക്കാം. ഈ ചിക്കൻ്റെ ഗ്രേവിയും അതിൽ നിന്ന് എടുത്ത ചിക്കനും വന്നെ കണ്ടിട്ട് തന്നെ എൻ്റെ വായിൽ വെള്ളം തന്നെ. ചിക്കൻ ഇങ്ങനെ വായിൽ വയ്ക്കുമ്പോൾ അലിഞ്ഞു പോവാണ്. നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തമ്പനയിലും ഡിസ്ക്രിപ്ഷനൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്നൊരു ബിരിയാണി കഴിക്കാനാണ് പോകണതെന്ന്. അതായത് കൊച്ചിയിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും അടിപൊളി ബിരിയാണിയാണ് നമ്മുടെ ജെഫ് ബിരിയാണി. അപ്പോൾ ഈ ജെഫ് ബിരിയാണി നമ്മുടെ തോപ്പുംപടിയിലാണ് കിട്ടുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച അവിടെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. അഫ്ഗാൻ മട്ടൻ ബിരിയാണി കിട്ടും, അതായത് അഫ്ഗാൻ ചിക്കൻ കിട്ടും, ആപ്രിക്കോട്ട് മട്ടൻ ബിരിയാണി കിട്ടും. ഇതൊക്കെ പോയിട്ട് നമുക്ക് കഴിക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്ത് നമ്മളെ പണ്ടത്തെ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം. തോപ്പുംപടിയിൽ നമ്മുടെ കോടതിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ബിൽഡിംഗ് കാണാം, ഒരു കോംപ്ലക്സ് കാണാം നിങ്ങൾക്ക്. ആ കോംപ്ലക്സിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ജെഫ് ബിരിയാണിയുടെ ഷോപ്പുള്ളത്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഇക്കയുടെ 2 മക്കളും അതേപോലെ തന്നെ ഇക്കയുടെ വൈഫും കൂടിയിട്ടാണ് ഈ ജെഫ് ബിരിയാണി സെൻറ്റർ നടത്തുന്നത്. അതായത് ഇവർ ബോറ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ ഈ ഫാമിലിയാണ് ബിരിയാണി സെൻറ്റർ റൺ ചെയ്യുന്നത്. നമ്മുടെ ജെഫ് ബിരിയാണി ശനി ഞായർ ദിവസങ്ങളിൽ സ്പെഷ്യലായിട്ട് 3 ഐറ്റം ഉണ്ട്. അഫ്ഗാനി ചിക്കൻ ഉണ്ട്, അതായത് വൈറ്റ് കളറിലുള്ള ഒരു സ്പെഷ്യൽ ചിക്കനാണത്. അതേപോലെ തന്നെ ആപ്രിക്കോട്ട് മട്ടൻ ബിരിയാണി ഉണ്ട്, അതേപോലെ തന്നെ ബട്ടർ ചിക്കൻ ബിരിയാണി ഉണ്ട്. ഇത് സ്പെഷ്യലാണ്, ശനി ഞായർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കഴിക്കേണ്ടവർ ശനി ഞായർ എന്തായാലും വരണം. പിന്നെ തിങ്കളാഴ്ച മുടക്കാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവിടുത്തെ ദം ബിരിയാണി ഉണ്ട്. ചെറിയൊരു റെസ്റ്റോറൻ്റാണ്, 3 ടേബിളേ ഉള്ളൂ. നമുക്ക് ഇരുന്ന് കഴിക്കാനായിട്ട് ഇത്തിരി അസൗകര്യമുണ്ട്. പക്ഷെ എന്നാലും പാഴ്സൽ കിട്ടും. പാഴ്സൽ വാങ്ങിക്കൊണ്ട് പോകാനാണ് ആൾക്കാർ ബാക്കിൽ ക്യൂ നിൽക്കുന്ന കാണിച്ചു തരാം. നമുക്കും പാഴ്സൽ വാങ്ങിയിട്ട് നമുക്ക് ഫോട്ടോച്ചിലോ എവിടെയെങ്കിലും പോയിരുന്ന് കഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി വിവരങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. എന്തായാലും പോയി പാഴ്സൽ വാങ്ങാം. ഇതാണ് നമ്മുടെ അഫ്ഗാൻ ചിക്കൻ. നല്ല തിക്ക് ഗ്രേവിയാണ്, അതേപോലെ തന്നെ നല്ല സ്മൂത്ത് ചിക്കൻ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് പറഞ്ഞു പോരാണ് ചിക്കൻ. അടിപൊളി, നല്ല ടേസ്റ്റിൽ. ഇത് സാധാരണ മസാലയല്ല, അഫ്ഗാൻ ചിക്കൻ ആണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ സവോളയും തൈരും പിന്നെ പച്ചമുളകും കൂടി അരച്ചിട്ടുള്ളൊരു അതേപോലത്തെ ഒരു ടേസ്റ്റാണ് വരുന്നത്. എല്ലാ റൈസും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന നല്ല നീളമുള്ള ബസ്മതി റൈസ്. അടിയിലാണ് ഗ്രേവിയും ബാക്കി മട്ടനും ഒക്കെ ഉള്ളത്. ഈ പീസ് മാത്രമായിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം അല്ലേ. മസാല നമ്മുടെ ബിരിയാണികൾ പോലെയല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ആപ്രിക്കോട്ടും ബിരിയാണി കഴിക്കുന്നത്. അത് ഇവരെ ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ മട്ടൻ ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും ഈ മട്ടൻ ഞാൻ കഴിക്കാണ്. ജസ്റ്റ് കൈ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ മീറ്റ് വിട്ട് പോരാണ്. ചെറിയ ആപ്രിക്കോട്ടിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ട്. അഫ്ഗാൻ ചിക്കൻ ബിരിയാണിയുടെ ഗ്രേവിയും അതുപോലെ തന്നെ ഈ ബിരിയാണി റൈസും കൂടി അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ്. അഫ്ഗാൻ ചിക്കൻ എനിക്ക് വളരെ ഇഷ്ടമായി. വായിലേക്ക് വെക്കുമ്പോൾ തന്നെ ഒരു പെനിട്രേറ്റിംഗ് ടേസ്റ്റാണ് ഈ ബിരിയാണിയുടെ അല്ല, നമ്മുടെ ചിക്കൻ ഗ്രേവിയുടെ. എനിക്ക് തോന്നുന്നു ഈ ഒരു അഫ്ഗാൻ ചിക്കൻ കാരണം കൊണ്ടാണ് അവിടെ അത്രയധികം തിരക്ക്. അല്ലെങ്കിൽ ബിരിയാണി അങ്ങനൊന്നും മെച്ചം തന്നെയാണ് എല്ലാവരും, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് അഫ്ഗാൻ ചിക്കനാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. എന്തായാലും നിങ്ങൾ പറയുകയാണെങ്കിൽ ശനിയോ ഞായറോ വന്ന് ഈ അഫ്ഗാൻ ചിക്കൻ ട്രൈ ചെയ്യണം.
ബിരിയാണി മോശമൊന്നും കേട്ടോ, ബിരിയാണി അടിപൊളിയാണ്.